നമസ്തേ. ഗ്രന്ഥകോടിഭിരാകീർണം അത്ഭുതം രാമവിക്രമം എന്നാണ് രാമായണത്തെക്കുറിച്ച് ശ്രീധരീയത്തിൽ പറയുന്നത്. അതായത് രാമായണം 1 കോടി ഗ്രന്ഥങ്ങളുണ്ട്. ഗ്രന്ഥം എന്ന് വെച്ചാൽ ഒരു കണക്കാണ്, 24 അക്ഷരം. അത്രയും വിപുലമായിട്ടുള്ള രാമായണത്തെ 24,000 ശ്ലോകത്തിലേക്ക് ചുരുക്കി വർണ്ണിക്കുകയാണ് വാൽമീകി മഹർഷി ഉണ്ടായത് സംസ്കൃതത്തിൽ. നമുക്ക് സുപരിചിതമായിട്ടുള്ളത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ്. അതിലെ കഥകൾ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വാൽമീകി രാമായണമായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ കാണാം. തമിഴിൽ പ്രസിദ്ധമായത് കമ്പരാമായണം. അതേപോലെ തന്നെ ഉത്തരേന്ത്യയിൽ പ്രസിദ്ധമായതാണ് തുളസീദാസന്റെ രാമചരിതമാനസം എന്നുള്ള കൃതി. 16-ാം നൂറ്റാണ്ടിൽ അവധി ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണത്. ജനകീയമായിട്ടുള്ള രാമായണം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. വാൽമീകി മഹർഷി മര്യാദാപുരുഷോത്തമനായിട്ടാണ് രാമനെ വർണ്ണിച്ചത്. എഴുത്തച്ഛനും തുളസീദാസനും ഒക്കെ ഈശ്വരന്റെ അവതാരമായിട്ടാണ് കണ്ടത്. ഇനി കുറച്ചുകൂടി ചുരുക്കി പറഞ്ഞാൽ, വേദവ്യാസ മഹർഷി 2 അധ്യായത്തിലാണ് ഭാഗവതത്തിൽ രാമായണ കഥ വർണ്ണിച്ചത്. 92 ശ്ലോകം. നാരായണീയത്തിലായപ്പോൾ മേൽപ്പത്തൂര് 2 ദശകം കൊണ്ട് 20 ശ്ലോകം കൊണ്ട് കഥ പറഞ്ഞു. ഇനി 1 ശ്ലോകം കൊണ്ടുള്ളതുകൊണ്ട് ഏകശ്ലോകി രാമായണം. കർണാടക സംഗീതത്തിലെ പ്രസിദ്ധമായിട്ടുള്ള കീർത്തനാണല്ലോ ഭാവയരാമി രഘുരാമം. അത് രാമായണ കഥ ഒരു വാചകത്തിൽ പറയുന്നതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള രാമായണങ്ങളുണ്ട്. എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നാണ്. ഹിന്ദുക്കളുടെ ഇടയിൽ ഉള്ള ഈ കൃതികൾ മാത്രമല്ല, മുസ്ലിങ്ങളുടെ ഇടയിലും രാമായണമുണ്ട് എന്നുള്ളതാണ്. മാപ്പിള രാമായണം. അവരുടെ ശൈലിയിൽ രാമന്റെ കഥ പാടുന്നതാണത്. അത് അധികമാരും കേട്ടിട്ടുണ്ടാവില്ല. ഇനി വിദേശത്തേക്ക് കടന്നാൽ അവിടെയും പലതരത്തിലുള്ള രാമായണങ്ങളുണ്ട്. നമ്മുടെ അടുക്കുള്ള ശ്രീലങ്കയിൽ രാവണന്റെ രാജ്യമായിട്ടുള്ള ലങ്കയിൽ അവിടുത്തെ പ്രധാന ഭാഷ സിംഹള ആണ്. സിംഹള രാമായണം എന്നൊന്നുണ്ട്. ഇതൊക്കെ രാമായണ കവിതകളുടെ കാര്യമാണ്. ഇനി രാമായണം പാടുന്നത് അല്ലെങ്കിൽ ആ കഥകൾ വർണ്ണിക്കുന്നത് മറ്റു തരത്തിലുമുണ്ട്. ക്ഷേത്രകലകളിൽ വളരെ പ്രധാനമായത് രാമായണ കഥകളാണ്. കഥകളി, കൂത്ത്, കൂടിയാട്ടം, ഓട്ടംതുള്ളൽ, ഇവയിലൊക്കെ രാമായണ കഥകൾ വരുന്നുണ്ട്. മാത്രമല്ല നൃത്തശില്പങ്ങളിലുണ്ട്, നാടകങ്ങളിലുണ്ട്. അപ്പോൾ പലരും പലതരത്തിലാണ് രാമന്റെ കഥകൾ വർണ്ണിക്കുന്നത്, പാടുന്നത്, പറയുന്നത്, രാമനാമം ജപിക്കുന്നത്, അങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്നത്, ഭജിക്കുന്നത്. ഇങ്ങനെ ഒന്നും അല്ലാതെ രാമായണം കഥ വളരെ ചുരുക്കി പറയാമെന്നാണ് ഒരു പണ്ഡിതൻ പറഞ്ഞത്. എങ്ങനെയാണത്? ഒരു നാരങ്ങ മുകളിലേക്കിട്ട് താഴേക്ക് വരുന്ന സമയം കൊണ്ട് രാമായണം കഥ പറയാമെന്നാണ്. പെണ്ണുകൊണ്ട് ചത്തു, അരവാചകേ ഉള്ളൂ. രാമായണ കഥയുടെ പ്രധാന ഭാഗമായി രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നതും ശ്രീരാമചന്ദ്രൻ രാവണനെ വധിച്ച് വീണ്ടെടുക്കുന്നതൊക്കെയാണല്ലോ പ്രധാന ഭാഗം രാമായണത്തിൽ. അതാണ് പെണ്ണുകൊണ്ട് ചത്തു എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെയും രാമായണം പറയാമെന്നർത്ഥം.
എങ്ങനെയെല്ലാം രാമകഥ പറഞ്ഞാലും അത് ഈശ്വര ഭജനമാണ്. അങ്ങനെ സകലരും സ്തുതിക്കുന്നതായ ശ്രീരാമചന്ദ്രസ്വാമിയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. രാമായ തുഭ്യം നമഃ.